പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹവും അഭിഷേകവും കൃപയും ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് അയക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 55 നമ്മൾ വായിക്കുന്നില്ലേ? മഞ്ഞും മഴയും ആകാശത്തു നിന്ന് പുറപ്പെട്ട് അത് ഭൂമിക്ക് അനുഗ്രഹമായി തീരുന്നത് പോലെയാണ് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും. അതിനൊരു ദൗത്യമുണ്ട്. ആ വചനം ഏത് വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്നോ അവിടെ ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കാൻ ദൈവം തൻ്റെ വചനം മുഖാന്തരം ഇടപെടുകയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, വലിയ ഹൃദയ ദാഹത്തോടെ കർത്താവിൻ്റെ മുമ്പിലിരിക്കുക. മറിയം യേശുവിൻ്റെ പാദത്തോട് ചേർന്നിരുന്ന് അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചേർന്നിരുന്ന് ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക. വചനത്തിൻ്റെ അഭിഷേകവും വചനം വഴി ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ബോധ്യത്തോടെ, ഉണർവോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് ഹൃദയം തുറന്ന് വചനത്തെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ പറഞ്ഞു വിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ആദർശ് കുമ്പളത്താണ്. തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപതയിലെ രൂപതാംഗമാണ് ബഹുമാനപ്പെട്ട ഫാദർ ആദർശ് അച്ഛൻ. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തുള്ള 2 ഇടവകയുടെ ആത്മീയ ഉത്തരവാദിത്വം കൂടെ അച്ഛൻ വഹിക്കുന്നുണ്ട്. ഈ കാലയളവിൽ കേരളത്തിനകത്തും പുറത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ആദർശ് അച്ഛൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, നമുക്ക് ഹൃദയപൂർവ്വം ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ വചനം ഈ രാത്രിയിൽ ധ്യാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 22-ാം തിരുവചനം. അപ്പസ്തോലനായ പൗലോസ് ന്യായാധിപൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ തുറന്നു കാണിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 26-22. ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. നമുക്ക് കർത്താവിനെ രാത്രിയിൽ ആരാധിക്കാം. അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഹിയോൻ ശാലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രതിസന്ധികളുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന വീഥികളിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി കടന്നു ചെല്ലാൻ അപ്പസ്തോലന്മാരെ ധൈര്യപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായൊരു ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ലീഹന്മാരിൽ നിറഞ്ഞ് പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ് പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ് പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ് പോ
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിക്കുവാനും ആ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾക്കനുസരിച്ച്, ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യേകം സഹായിക്കുന്നതിന് വേണ്ടി കൂട്ടായ്മയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ മാനവരാശി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനേകം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കാണുമ്പോൾ, ആത്മീയ മേഖലകളിൽ തകർന്നു പോയവരെയും വീണുപോയവരെയും ഒക്കെ നാം കാണുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനം കൂടുതൽ സ്വീകരിക്കപ്പെടുന്നതിനും ഹൃദയങ്ങൾ തുറക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മളിന്ന് പ്രത്യേകമായി കാണുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായമാണ്. കർത്താവ് കാലത്തിൻ്റെ അടയാളങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ, തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ ഈ കാലഘട്ടവുമായി വളരെ ബന്ധമുള്ള ചില വരികളാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യുന്ന ഒരു വ്യക്തി പരിശീലിക്കേണ്ട ചില ബോധ്യങ്ങളെ പറ്റിയാണ് കർത്താവ് നമുക്ക് പകർന്നു തരുന്നത്. അതിൽ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിനോട് ആ നാട്ടിൽ നടന്ന ചില കാര്യങ്ങൾ, വളരെ ദാരുണമായ ചില സംഭവങ്ങളെപ്പറ്റി ആളുകൾ വന്ന് പറയുകയാണ്. വന്ന് പറയുന്നു, ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി. അപ്പോൾ ആ നാട്ടിൽ ബലിയർപ്പിക്കാൻ വന്ന ഗലീലക്കാരായ മനുഷ്യരെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്ന് അവരുടെ ജീവിതത്തെ നശിപ്പിച്ച പീലാത്തോസിൻ്റെ ദുഷ്ട ചരിതത്തെപ്പറ്റി ആളുകൾ കർത്താവിനോട് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുമ്പോൾ പീലാത്തോസിനെ പറ്റി കർത്താവ് എന്താണ് പറയുന്നത്? വളരെ ക്രൂരമായൊരു കൃത്യം, 13 പേർ കൊല്ലപ്പെട്ടു. അവരുടെ രക്തം കൂടി അവർ അർപ്പിക്കാൻ വന്ന ബലിയോട് ചേർത്ത്, അല്ലെങ്കിൽ അവരെ വധിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. അപ്പോൾ അവൻ അത് കേട്ടിട്ട് ഈശോ പറയുന്ന ചില കാര്യങ്ങൾ ഈശോ ചോദിക്കുകയാണ്. ഇതെല്ലാം അനുഭവിച്ചതുകൊണ്ട് ആ 13 പേർ ആ ഗലീലക്കാരായ, അല്ലെങ്കിൽ ആ ഗലീലക്കാർ മറ്റെല്ലാവരേക്കാൾ മോശപ്പെട്ടവരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് കർത്താവ് തന്നെ പറയുകയാണ്, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച ഒരു 18 പേർ, അവർ ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവരേക്കാൾ മോശക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് നമ്മുടെ പാപത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തു പോയ ചില തെറ്റുകളുടെ ഫലമായി ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ പാപത്തിൻ്റെ ഫലമാണോ? ഇപ്പോൾ നമ്മൾ വലിയൊരു മഹാവ്യാധിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ദൈവം ഉറങ്ങിപ്പോയോ? ദൈവത്തിന് മനുഷ്യരാശിയോട് ഇത്രമേൽ ക്രൂരത എന്തിനാണ്? അപ്പോൾ അതിനൊക്കെ ഉത്തരമായിട്ട് ഈ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അപ്പോൾ പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ കുറേ ആളുകൾ ഒരു ദുരന്തം വന്ന് കൊല്ലപ്പെടുന്നു. അതിൽ നിന്ന് ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഒരു വലിയ ദുരന്തം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ നമ്മളെ കർത്താവ് സ്വർഗം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ വീട്ടിലേക്ക് അശനിപാതം പോലെ ചില ദുരന്തങ്ങൾ, ദുഃഖത്തിൻ്റെ പേമാരികൾ പെയ്യുന്ന സന്ധികളിൽ നമ്മൾ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെ നോക്കി നിലവിളിക്കുകയാണ്, കർത്താവേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇത്രമേൽ രക്തം വീണൊരു ഭൂമിയായി തീർന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളിൽ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ വചനം നൽകുന്ന മറുപടി, കർത്താവ് പറയുകയാണ്, ആ നാട്ടിൽ വസിച്ച എല്ലാവരേക്കാൾ മോശക്കാരായിരുന്നില്ല അവർ. ഇത് നിങ്ങൾക്കൊരു മാതൃക നൽകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ
ചില മാതൃകകളായി നാം അതിനെ സ്വീകരിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് മാതൃകയായി മാറ്റപ്പെടേണ്ടതുണ്ട്. ഒരു ജീവിതം വല്ലാതെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനത്തിൽ നിന്ന് വലിയൊരു കൃപയൊഴുകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സഹനത്തിൻ്റെ കൃപ മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലും. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ ഒരു കുടുംബത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ അടുത്ത തലമുറയ്ക്ക് വലിയ അനുഗ്രഹമായി മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു മാതൃകയാണ്. ഈ മാതൃകയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈശോയുടെ അടുത്ത് ഒരു ഭൗതികമായ ചില നാശനഷ്ടങ്ങളെ പറ്റി ഫരീസയരും ശിഷ്യന്മാരൊക്കെ വന്ന് പറയുമ്പോൾ കർത്താവ് അതിനെ ബന്ധിപ്പിക്കുന്നത് ആത്മീയ മേഖലയുമായിട്ടാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത്, ശീലോഹായിലെ ഗോപുരമിടിഞ്ഞ് ഒരു 18 പേർ മരിച്ചു. ഗലീലക്കാരായ ഏതാനും പേരുടെ രക്തം പീലാത്തോസ് കലർത്തി അവരെ കൊന്നു. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോ പഠിപ്പിക്കുന്നത് ഇതാണ്: പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: ഭൗതികമായ നഷ്ടത്തേക്കാൾ കർത്താവ് വിലമതിക്കുന്നത് ആത്മീയമായ സഹനങ്ങളാണ്, ആത്മീയമായ നാശങ്ങളാണ്. അപ്പോൾ ഭൗതികമായ വേദനകളെക്കാൾ നമ്മൾ വിലമതിക്കേണ്ടത് ആത്മീയമായ വീഴ്ചകളാണ്. ആത്മീയമായ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ആത്മീയ മേഖല കൂടുതൽ ബലപ്പെടാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെയുള്ള സഹനങ്ങൾ ഈ ഭൂമിയിൽ കർത്താവ് അനുവദിക്കുന്നത്. എൻ്റെ കുടുംബത്തിലുള്ള ഒരു സഹോദരിയെപ്പറ്റി ഞാൻ ഓർക്കുകയാണ്. എനിക്ക് വളരെ അടുത്ത് പ്രിയപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ 2 മക്കൾ, 2 ആൺകുട്ടികൾ. മൂത്തയാൾ 7 വയസ്സായപ്പോൾ ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു. എൻ്റെ നേരിയ ഓർമ്മകളിൽ ആ മരണം ഞാൻ ഓർക്കുകയാണ്. അന്ത്യവിശ്രമത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്നതിന് മുൻപ് മുറ്റത്ത് വെച്ച പന്തലിൽ ഈ മകൻ്റെ മൃതശരീരത്തിന് അടികെ നിന്നുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ കരയുന്നുണ്ട്: എൻ്റെ മോനെ, നീ എന്നെ അകാലത്തിൽ വിട്ടു പിരിഞ്ഞല്ലോ. വിശ്വാസത്തിലുള്ളൊരമ്മയായതുകൊണ്ട് ഈ അമ്മ, ഇളയവൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, കുഞ്ഞുമകനാണ്, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്: എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 2ാമത്തെ മകനും ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം പിടിപെട്ട് അവനും അകാലത്തിൽ മരണപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന 2 മക്കളും, 2 മക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അന്ത്യചുംബനം നൽകേണ്ടി വന്ന ഹതഭാഗിയായ ഒരമ്മ എന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കൂട്ടം കൂടി പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. ഈ മകൻ്റെ മൃതശരീരവും വീട്ടുപടിക്കൽ വെച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള സംസ്കാര ശുശ്രൂഷകൾ വൈദികർ നടത്തുമ്പോൾ കൂട്ടത്തിൽ ഞാനും ശുശ്രൂഷകരായി അവിടെയുണ്ട്. അപ്പോൾ ഈ അമ്മ 2ാമത്തെ മകൻ്റെ മുഖത്ത് അന്ത്യചുംബനം കൊടുക്കുമ്പോൾ ഈ അമ്മ എന്തായിരിക്കാം പറയുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ആദ്യത്തെ മകൻ മരണത്തിൻ്റെ മറുതീരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അമ്മ പറഞ്ഞു: എനിക്കിനി ഒരു കുഞ്ഞുമകൻ കൂടി ഉണ്ടല്ലോ, ഇനി ഇവന് വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതം. എന്നാൽ 2ാമത്തെ മകനും മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ അമ്മ എന്ത് ആശ്വാസമാണ് കണ്ടെത്തുന്നത്. ഭൗതികമായി നാം നോക്കുമ്പോൾ വലിയ വേദനയുടെ ഒരു നിമിഷം. പക്ഷേ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ആഴപ്പെട്ട ഈ അമ്മ മൃതശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് കൊണ്ട് പറയുകയാണ്: മകനെ, എനിക്ക് നീയും നഷ്ടപ്പെട്ടു. എനിക്ക് നീയും നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ സമ്പത്തായിരുന്നു 2 മക്കൾ. 2 മക്കളും എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി എൻ്റെ ദൈവത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വൈദികരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മ വളരെ സംയമനത്തോടുകൂടി ഈ മകനെ യാത്രയാക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുകയാണ്: ദൈവമേ, എൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണേ. ഇതാ 2 മക്കളുടെ വിടവാങ്ങൽ ഈ മുറ്റത്ത് നടന്നിരിക്കുകയാണ്. 2 ശവമഞ്ചങ്ങളാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയത്. എങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ഈ അമ്മ പിന്നീട് ചെയ്തത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അവർ ചെയ്തത് ഇതാണ്: അവരിപ്പോൾ വീടുകൾ തോറും കയറിയിറങ്ങി സുവിശേഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മരണ വീടുകളിലേക്ക് കടന്നു ചെന്ന്, ഈ കാലഘട്ടങ്ങളിൽ മരണ വീടുകളിൽ പോകാൻ നമ്മൾ മടിക്കുന്നൊരു കാലഘട്ടമാണ്.
ഈ കാലഘട്ടങ്ങളിൽ പോലും മരണവീടുകളിലേക്ക് കടന്നു ചെന്ന് കുറേ വചനങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യാശയുടെ വചനങ്ങളാണ്. മരണത്തെപ്പറ്റി, മരണാനന്തര ജീവിതത്തെപ്പറ്റിയൊക്കെ പൗലോസ്ലിഹ പറഞ്ഞു വെച്ച വചനങ്ങളൊക്കെ ഓർത്തിരിക്കാത്തത് കൊണ്ട് ഒരു ബുക്കിൽ എഴുതി വെച്ച് അതാ വീട്ടിൽ പോയി പറഞ്ഞ് തനിക്കറിയാവുന്ന വാക്കുകളിൽ കുഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തനിക്ക് പരിചയമില്ലാത്ത, തനിക്കറിവില്ലാത്ത ഈ മരണപ്പെട്ടു പോയ ആത്മാക്കളുടെ നിത്യവിശ്രമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കഴിക്കുന്ന ഒരമ്മ. അപ്പോൾ ഈശോ പറയുകയാണ്, സഹനങ്ങൾ ജീവിതത്തിൽ നൽകപ്പെടുന്നത്, ദുരന്തങ്ങൾ ഒരു ജീവിതത്തിൽ നൽകപ്പെടുന്നത് മറ്റൊരാൾക്ക് മാതൃകയാകുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ? കുടുംബത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടുന്ന ഒരു അമ്മയാണ് നീ എങ്കിൽ കർത്താവിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ വസ്ത്രത്തിനുള്ളിൽ അനുദിനം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് ഞാനെങ്കിൽ എന്നോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ദിവസവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ് നീ എങ്കിൽ കർത്താവിൻ്റെ വചനം നിന്നോട് പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാനും ക്രിസ്തു ഒരു മാതൃകയായി തീർന്നത് പോലെ മാതൃകയായി തീരാനും. ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാനും ക്രിസ്തു ഒരു മാതൃകയായി തീർന്നത് പോലെ മാതൃകയായി തീരാനും വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മെ ഒരു മാതൃകയായി ഉപയോഗിക്കുന്നതിനെ ഓർത്ത്. നമ്മളൊരു മാതൃകയായി തീരേണ്ടവരാണ്. സഹനത്തിൽ ഒരു ക്രിസ്തീയ മാതൃക നാം ജീവിക്കുന്ന സമൂഹത്തിൽ പകർന്നു കൊടുക്കേണ്ടവരാണ് നമ്മൾ എവിടെ ചെല്ലുന്നോ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവവഴികളിൽ നിന്ന് മാറാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അനേകം മോശപ്പെട്ട ആളുകൾ ചുറ്റിലും വസിക്കുന്ന ഒരു സ്ഥലത്തും വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മാതൃകയാണ്. വഴിതെറ്റിപ്പോകുവാൻ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടും മാതാപിതാക്കൾ പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ പരിശീലനത്തിൻ്റെ ചതുരവടിവിനുള്ളിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്കൊരു മാതൃകയാണ്. അനേകം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും ആവൃത്തിക്കുള്ളിൽ വിശുദ്ധിയോടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സന്യസ്ത നമുക്കൊരു മാതൃകയാണ്. പ്രതിസന്ധികൾ അനേകമുണ്ടായിട്ടും അനേകം പേരെ സഹായിക്കാനുള്ള മനസ്സുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾ നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റൊരാൾക്ക് മാതൃകയായി മാറ്റപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ 6 മേജർ ഓപ്പറേഷനുകൾ കഴിഞ്ഞതാണ്. എൻ്റെ മക്കൾക്ക് വലിയ സാമ്പത്തിക മെച്ചമുള്ള ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അനേകം പലിശക്കടങ്ങളിൽ നിന്നാണ് കർത്താവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. ഞാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. വളരെ പെട്ടെന്ന് ബിസിനസ്സൊക്കെ തകർന്ന് വലിയ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് പൊക്കൊണ്ടിരുന്നപ്പോഴും ഒരു പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം മാറത്തടുക്കി പിടിച്ചുകൊണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള ദേവാലയത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിവക്കിലിരുന്ന് പലരും പരിഹസിച്ചിട്ടുണ്ട്, ഇത്രയുമൊക്കെ കിട്ടിയത് പോരെ? ജീവിതം ഇത്രയും നാൾ ദൈവത്തെ വിളിച്ചിട്ട് എന്താ കിട്ടിയത് എന്നൊരു ചോദ്യം. സാമ്പത്തികം മുഴുവൻ തകർന്നു, മക്കളുടെ പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഉണ്ടായിരുന്ന ബിസിനസ്സുകളും സ്വപ്നങ്ങളുമൊക്കെ തകർന്നിട്ടും ഒരമ്മ ഒരു വഴിയുടെ ഓരം ചേർന്ന് ദേവാലയത്തെ ലക്ഷ്യമാക്കി, ബലിപീഠത്തെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇത്രയേറെ സഹനത്തിൻ്റെ രക്തം നിൻ്റെ ജീവിതത്തിൽ വീണിട്ടും എങ്ങനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മാറത്തടക്കി പിടിച്ച് ഒരു കുർബാന പുസ്തകവും കയ്യിലെന്തിക്കൊണ്ട് ഈ ദേവാലയത്തിലെ ബലിക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പോകുന്നത്? വർഷങ്ങൾ കഴിഞ്ഞ് അനേക 10-15 വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ഈ അമ്മ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ സുരക്ഷിതമായൊരു തലത്തിലൂടെ പോവുകയാണ്. വലിയ സാമ്പത്തിക മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ മെച്ചമില്ല, പക്ഷേ ദാരിദ്ര്യമില്ല. വലിയ പലിശക്കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പലിശക്കടങ്ങളില്ല, കൊടുത്തു തീർക്കാവുന്ന കടങ്ങളൊക്കെയുള്ളൂ.
മക്കളൊക്കെ അത്യാവശ്യം നല്ല നിലയിലായി. പണ്ട് പരിഹസിച്ചവരൊക്കെ ചുറ്റും നിന്ന് ഇപ്പം ചോദിക്കുന്നുണ്ട്, ഇത്രമാത്രം തകർന്നിട്ടും നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? ആത്മഹത്യയിൽ അവസാനിക്കേണ്ട 5 ജീവിതങ്ങളാണ്, പക്ഷേ ഇത്രമാത്രം പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് എങ്ങനെയാണ്? ഈ അമ്മ പറയുകയാണ്, മാറത്തടുക്കി പിടിച്ചുകൊണ്ടിരുന്ന ഈ വിശുദ്ധ ബൈബിൾ, ഈ വചനം, ദേവാലയത്തിലെ വിശുദ്ധ കുർബാനകൾ, കുരിശടിയിലൊക്കെ നടക്കുന്ന നൊവേനകൾ, ജപമാലകൾ, ഇതാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജീവിതം ഇന്ന് അടുത്തുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീ ഒരു മാതൃകയാകാൻ വിളിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഭൗതിക പരാജയങ്ങളല്ല നമ്മെ വേദനിപ്പിക്കേണ്ടത്, മറിച്ച് ആത്മീയമായ വീഴ്ചകളാണ്. ഭൗതിക പരാജയത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുതിച്ച് തിരിച്ചു കയറി വരാൻ സാധിക്കും. പക്ഷേ ആത്മീയ മേഖലയിലെ പരാജയം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തണം. ആത്മീയ മേഖലയിലെ പരാജയം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തണം. മനോഹരമായൊരു ഉദാഹരണം ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. ദാവീദിൻ്റെ മകനായ അബ്സലോം അദ്ദേഹത്തിനെതിരെ കൊട്ടാര വിപ്ലവം നടത്തി അദ്ദേഹത്തെ രാജ്യഭ്രഷ്ടനാക്കുന്നുണ്ട്. ഒടുവിൽ ഒലിവുമലയുടെ കയറ്റം കയറി കെദ്രോൺ അരുവി കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി നഗ്നപാതനായി, ചെരുപ്പ് പോലും ധരിക്കുവാനില്ലാതെ, രാജാവായിരുന്നു, ചെരുപ്പ് പോലും ധരിക്കുവാനില്ലാതെ നഗ്നപാതനായി തലയിൽ ചാരവും വിതറിക്കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറിപ്പോകുന്ന ദാവീദിനെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം മറ്റൊരു വിപ്ലവത്തിലൂടെ ദാവീദ് രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭൗതികമായൊരു പരാജയം സംഭവിച്ചപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ ദാവീദിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ പരാജയം നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഊറിയായുടെ ഭാര്യയെ സ്വന്തമാക്കാൻ ദാവീദ് ചെയ്ത കപട പ്രവൃത്തികൾ. ഒടുവിൽ ഈ ബത്ശബായിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിന് വളരെ പെട്ടെന്ന് തന്നെ വലിയ അസുഖം പിടിപെട്ട് ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനു വേണ്ടി. ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. വചനം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 2 സാമുവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനം. 2 സാമുവേൽ 12:15. കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. നമ്മൾ കാണുന്ന വചനം എങ്ങനെയാണ്? നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു വചനം. അപ്പൻ്റെ ആത്മീയമായ വീഴ്ചകൾക്ക് കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ഭൗതികമായ നാശനഷ്ടങ്ങൾക്കൊക്കെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഭൗതികമായി നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാലോ? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. എല്ലാം നേടിയെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ വഴികളിൽ നിന്ന് നിങ്ങൾ മാറി നടന്നിട്ടുണ്ടോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ച് തിരിച്ചു വരണമെന്നും കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 13-ാം അധ്യായത്തിലെ ആദ്യത്തെ സംഭവത്തിൽ നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമുക്ക് ഭൗതികമായ പരാജയങ്ങൾ അനവധി സംഭവിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ഈ കാലഘട്ടത്തിൽ അനേകം ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരന്തിചുംബനം പോലും കൊടുക്കുവാൻ പറ്റാതെ പലരെയും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് യാത്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്കവരെ കാണാൻ സാധിക്കും. തീർച്ചയായും ആ ഒരു പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ തന്നെ ആത്മാവ് നഷ്ടപ്പെട്ടാലോ? നമ്മുടെ ആത്മീയ മേഖലയിൽ പാപത്തിൻ്റെ ഫലമായി വീഴ്ചകളുണ്ടായാലോ? ദൈവത്തിന് ഗൗരവം കൊടുക്കേണ്ട, ദൈവത്തെ ഗൗരവമായി പരിഗണിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എല്ലാ അനുഗ്രഹങ്ങളും നമ്മളോട് കൂട്ടിച്ചേർക്കപ്പെട്ട അനുഗ്രഹങ്ങളാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സ്വാധീനങ്ങളും നമ്മുടെ സാമ്പത്തിക മേഖലകളിലെ സുരക്ഷിതത്വം ഒക്കെ എല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. അതെന്ന് വേണമെങ്കിലും തിരിച്ചെടുക്കപ്പെടാം.
ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ദൈവത്തിൻ്റെ സ്നേഹം, ഒരിക്കലും തിരിച്ചെടുക്കപ്പെടാത്ത ദൈവത്തിൻ്റെ സ്നേഹം, അതിനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ ജീവിക്കുന്നവരാകാം, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരാകാം, കണക്ക് കൂട്ടലുകളൊക്കെ പിഴച്ചവരാണ് ഞാനും നിങ്ങളും. ഈ കോവിഡ് കാലം അനേകം കണക്ക് കൂട്ടലുകൾ തെറ്റിയതാണ്. കൂട്ടായ്മകൾ പലതും നടക്കുന്നില്ലല്ലോ. പല മേഖലകളും ബിസിനസ്സും ഒക്കെ തകർന്നിരിക്കുന്നവരാകാം നിങ്ങൾ. നാളെ എന്ത് എന്ന് ചിന്തിച്ച് ഈ ദൈവവചന ശുശ്രൂഷയിൽ അഭയം കണ്ടെത്താൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന ഇടങ്ങൾ നഷ്ടപ്പെടരുത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. ഏസാവിനെ പേടിച്ച് യാക്കോബ് ലാബാൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. താൻ അന്ന് വരെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളുടെ സാന്നിധ്യം യാക്കോബിന് നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠൻ്റെ വിരോധം സമ്പാദിച്ചുവെങ്കിലും ജ്യേഷ്ഠനുമായിട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു. ഒടുവിൽ തനിക്ക് അത്ര പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് യാക്കോബ് ഓടിപ്പോകുമ്പോൾ യാക്കോബിനെ പറ്റി വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പൊക്കൊണ്ടിരുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചു. ആ സമയം അവൻ അവിടെ നിന്നു. ഒരു കല്ല് തലേണയായി വെച്ച് അവൻ കിടന്നുറങ്ങി. ആ രാത്രിയിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം അവനുണ്ടായി. ഒടുവിൽ ആ കല്ല് പിറ്റേന്ന് കുത്തി നിർത്തി അതിൽ എണ്ണയൊഴിച്ച് അവൻ പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഭവനമാണിവിടം, ഞാൻ തിരികെ വന്നാൽ അങ്ങായിരിക്കും എൻ്റെ ദൈവം. ഇങ്ങനെയൊരു വാഗ്ദാനം, ഒരു ഉടമ്പടി ചെയ്തിട്ട് യാക്കോബ് പോവുകയാണ്. ലൂസ് എന്നറിയപ്പെട്ട സ്ഥലം പിന്നീട് ബഥേൽ എന്നറിയപ്പെടുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് സൂര്യൻ അസ്തമിക്കുന്നു എന്ന് തോന്നിയാൽ, എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ വെളിച്ചം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ, നമ്മൾ അവിടെ നിൽക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവാരാധനകളെ ശക്തിപ്പെടുത്താൻ നമ്മൾ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മാലാകമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യും. പിന്നീട് യാക്കോബിൻ്റെ ജീവിതം നമുക്കറിയാം. വലിയ അടിമത്തത്തിലേക്കാണ് അവൻ പോകുന്നത്. ലാബാൻ്റെ വീട്ടിൽ അനേക വർഷങ്ങൾ അടിമപ്പണി ചെയ്ത് ഒടുവിൽ വലിയ സമ്പത്തുമായി ഇദ്ദേഹം തിരികെ വരുന്നു. ഒടുവിൽ ഈ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇന്നിതാ ഞാൻ അസംഖ്യമായി വർദ്ധിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിൻ്റെ പേര് ദൈവം ഇസ്രായേൽ എന്നാക്കി. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ അനുദപിച്ച് തിരിച്ചു വന്നാൽ, അടിമത്തത്തിൻ്റെ നാട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അടിമത്തത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മെ ആഴമായി ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അനുദപിച്ച് തിരിച്ചു വരിക. വലിയ മഹാമാരികൾ ചുറ്റിലുമുണ്ട്, സാരമില്ല. കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്, അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. ആരോടും സംസാരിക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്, സാരമില്ല. ദൈവത്തോട് സംസാരിക്കുക, അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരികെ വരിക. സാമ്പത്തിക മേഖലകളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ തകർന്നു പോയ ഒരു കാലഘട്ടമാണ്. പലതും കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല, സാരമില്ല. തിരിച്ചു വരിക. കർത്താവ് നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. കർത്താവ് നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഇതാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് വരുന്നൊരു സംഭവം, കർത്താവ് അത്തിവൃക്ഷത്തോട് സംസാരിക്കുന്നതാണ്. അത്തിവൃക്ഷത്തെ പറ്റിയുള്ള സംഭവത്തിൽ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ രസകരമായ ഒരു കാര്യമാണ്. കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്? അത്തിമരങ്ങളുടെ തോട്ടത്തിലല്ലേ അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കേണ്ടത്? മുന്തിരി ഫലങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്? ഈ അത്തിവൃക്ഷം നാം ഓരോരുത്തരുമാണ്. വലിയ ഫലം തരുന്ന ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ വലിയ കഴിവുള്ളവരുടെ ഇടയിൽ ഒന്നുമില്ലാത്ത ബലഹീനനായ എന്നെ ദൈവം നട്ടുപിടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ, കോവിഡിൻ്റെ പല തരംഗങ്ങളെ അതിജീവിച്ചവരാണ് ഞാനും നിങ്ങളും. എന്താണ് നമ്മുടെ യോഗ്യത? അനേകം ആളുകൾ മരണത്തിൻ്റെ മറുതീരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ
ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, എന്തായിരുന്നു ദൈവമേ എൻ്റെ യോഗ്യത? ഇതിനെയെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ ശക്തി എന്നിലുണ്ടായിരുന്നു. എന്തായിരുന്നു എൻ്റെ യോഗ്യത? കർത്താവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം ഞാൻ നട്ടുപിടിപ്പിച്ചു. കൃഷിക്കാരൻ കർത്താവാണ്. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും ഈ മഹാദാനം ദൈവം നമുക്ക് നൽകി. യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ വലിയൊരു അവസരം ദൈവം നമുക്ക് നൽകി. ഒടുവിൽ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഒരു ഫലവും കാണാതെ വരുമ്പോൾ ഇത് നശിപ്പിച്ച് കളയാമെന്ന് പറയുകയാണ്. അപ്പോൾ കൃഷിക്കാരൻ പറയുകയാണ്, 1 വർഷം കൂടി അതവിടെ നിൽക്കട്ടെ, ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് ഒരിക്കൽ കൂടി ഒന്ന് സംരക്ഷിച്ച് നോക്കാം, അത് ഫലം തരും. ഇത് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഒരു സ്വപ്നമാണ്. ഇത് ദൈവത്തിന് എന്നെപ്പറ്റി നിന്നെപ്പറ്റിയുള്ള ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം എത്രമാത്രം നമ്മളിലൂടെ പ്രാവർത്തികമാകുന്നു. ഈ ഒരു സ്വപ്നം ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. കാരണം അത്തിവൃക്ഷം വലിയ ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു വൃക്ഷമാണ്. ചെറിയ മുന്തിരിച്ചെടികൾക്കിടയിലാണ് ഒരു അത്തിവൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് അതിന് പിന്നിലുള്ളത്. എന്നാൽ വേണ്ടത്ര രീതിയിൽ ഈ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഈ അത്തിവൃക്ഷത്തിന് സാധിച്ചില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. സ്ഥാനമോ യോഗ്യതയോ ഒന്നും നോക്കാതെ കർത്താവ് നമ്മെ പരിപാലിച്ചിരിക്കുകയാണ്. എല്ലാം നട്ടുപിടിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവസന്നിധിയിൽ നിൽക്കേണ്ട ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അംഗീകാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് അവർ വഴിയാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല. പൗലോസ് നടുകയും അപ്പോളോസ് നനയ്ക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ദൈവമാണ് എല്ലാറ്റിനെയും വളർത്തുന്നത്. ഈ ഒരു ആത്മീയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നട്ടുപിടിപ്പിച്ചതിനെ നോക്കാൻ വരുന്ന ഒരു ദൈവം, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴും വരുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവമാണ് നമ്മെ വളർത്തുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ആ ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നത് എന്നൊരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ വല്ലാതെ ബലപ്പെടുത്തുന്നൊരു വചനമാണ്. ദൈവമാണ് നമ്മെ വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശോഷണം സംഭവിച്ചാൽ, നമുക്കൊരു പോഷകാഹാര കുറവ് സംഭവിച്ചാൽ അത് കൃത്യമായി അറിയാവുന്ന ദൈവം. സങ്കീർത്തനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നാവിൻ തുമ്പിൽ ഒരു വാക്കെത്തുന്നതിന് മുൻപേ കർത്താവ് അതറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം, എല്ലാം അറിയുന്ന ഒരു ദൈവം. ചില ജീവിതാനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ടല്ലോ. കണ്ണു നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ദൈവം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവല്ലോ എന്നോർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു സ്നേഹം വന്ന് നിറയും. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ പലപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ചോദിച്ചത് ലഭിക്കാത്തതിൽ പരാതിപ്പെടുന്നവരാണ്. എന്നാൽ ഒരു വേള ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നമ്മൾ ഓർക്കണം, കർത്താവേ, ഞാൻ ശ്വസിക്കുന്ന ഈ പ്രാണവായു, എൻ്റെ ശരീരം, ഞാൻ തൊടുമ്പോൾ അറിയുന്ന എൻ്റെ ശരീരം, എൻ്റെ സ്പർശന ശേഷി, ഇതെല്ലാം ദൈവം എനിക്ക് ദാനമായി നൽകിയതല്ലേ? ദൈവമല്ലേ എന്നെ വളർത്തിയത്? ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു ബോധ്യം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും ഈ ഒരു ബോധ്യമാണ്. കാരണം എന്താണ്? മനുഷ്യർ ഇത്രയേറെ നിസ്സഹായരായി പോയ മറ്റൊരു കാലഘട്ടമുണ്ടോ എന്നറിയില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യർ ഇത്രയേറെ
ബലഹീനരായിപ്പോയ, ഒന്നും ചെയ്യാനില്ലാതെ ഒരു മാസ്കിനുള്ളിൽ ജീവിതം ഒതുക്കേണ്ടി വന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റാതെ മുഖം മറയ്ക്കേണ്ട ആളുകളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഈ മുഖം മറയ്ക്കുന്നത്? ശരിക്കും അവസാനത്തെ യാത്ര ചെല്ലുമ്പോഴാണ് മുഖം മറയ്ക്കപ്പെടുന്നത്. ശരിക്കും നാം മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മൃതസംസ്കാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മൃതശരീരം കുഴിയിലേക്ക് എടുത്തു വെക്കുന്നത് തൊട്ട് മുൻപാണ് ശരിക്കും മുഖം മറയ്ക്കുന്നത്. അത് പ്രിയപ്പെട്ടവരാണ് മുഖം മറയ്ക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ മുഖം മറയ്ക്കപ്പെട്ടവരായി മുന്നോട്ട് പോകേണ്ടി വന്ന ഗതികേടിലാണ് ഞാനും നിങ്ങളും. നമ്മളതിനെ ഓർത്ത് പേടിക്കേണ്ട. കർത്താവ് നൽകുന്നൊരു സൂചനയാണ്. അതുകൊണ്ട് മാസ്ക് വെച്ചവരെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, കർത്താവ് നൽകുന്ന വലിയൊരു സൂചനയാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസും ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയത് മുഖം കൊണ്ടാണ്. പക്ഷേ ഇന്ന് അതുപോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് ലാളിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ മുഖത്ത് എന്താണ് കാണുന്നത് എന്ന് കുഞ്ഞിനറിയാൻ പറ്റുന്നില്ല. വിദേശത്തു നിന്ന് ഒരപ്പൻ വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ്റെ മുഖത്തെ ആ വലിയ സന്തോഷവും ആ വലിയ തീവ്രതയും കാണാൻ ഒരാൾക്ക് പറ്റുന്നില്ല, ഒരു മകന് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു എക്സ്ട്രീം വെയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിന് ഇതിന് പിന്നിലൊരു പദ്ധതി ഉണ്ടല്ലോ. നമ്മളെ ഈ മാസ്ക് ധരിപ്പിച്ചതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എല്ലാം അറിയുന്ന ദൈവമാണ്. എല്ലാം അറിയുന്ന ദൈവം. ഒരു വിചാരം നിൻ്റെ ഹൃദയത്തിലെത്തുന്നതിന് മുൻപേ അതറിയുന്ന ദൈവം. ലോകരാജ്യങ്ങൾ മുഴുവൻ നിശബ്ദരായി പോയില്ലേ? മനുഷ്യർ ഇത്രയേറെ ബലഹീനമാക്കപ്പെട്ട ഒരു കാലഘട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ല. പുസ്തകത്തിൻ്റെ താളുകളിൽ പോലും, ചരിത്ര പുസ്തകങ്ങളിൽ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത്രമേൽ ബലഹീനനായിപ്പോയ ഒരു മനുഷ്യൻ. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കുവാനില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ബന്ധങ്ങളിലോ ഒന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത ഒരനുഭവം. ആ അനുഭവത്തിലൂടെയാണ് കർത്താവ് നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നത്. ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മെ ദൈവം എത്തിക്കുന്നത്. ഒന്നിനും കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ഒരിക്കൽ കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരാൾ എന്നെ വിളിച്ചു. അപ്പോൾ അവർ കോവിഡ് ബാധിച്ച് കിടക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്നോട് നേരിട്ട് പറഞ്ഞതല്ല, മറ്റൊരാൾ വഴി ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ സാമ്പത്തിക മെച്ചത്തിലുള്ള ഒരു കുടുംബമാണ്, ഒത്തിരി ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബം. അങ്ങനെ ഒരു കുടുംബം. അപ്പോൾ അവർ പറയുകയാണ്, വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്, ഒത്തിരി പ്രയാസത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ ഓർക്കണം, ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമൊക്കെ പ്രാർത്ഥിക്കണം വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? ആശുപത്രിയിലാണ്, മക്കളൊക്കെ വിദേശങ്ങളിലാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, അടുത്ത ദിവസം വിളിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് അവരും ഹോസ്പിറ്റലിലായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് ചൂടുവെള്ളം എടുക്കാൻ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചു തരുമോ? എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഫ്ലാസ്ക് വാങ്ങിക്കുന്നതിലല്ല, അതിനുള്ള പൈസ പോകുമെന്നുള്ളത് ഓർത്തുമല്ല, മറിച്ച് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ ഓർക്കുകയാണ്. അവർ ആശുപത്രിയിൽ വന്നിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു. കോവിഡ് വാർഡിലാണ്, അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ഞാൻ അവരെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ അവസ്ഥ അതിലും പരിതാപകരമായിരിക്കുന്നു ഓർക്കുകയാണ്. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മുടെ പേഴ്സിൽ എത്ര ATM കാർഡുകൾ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും, കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കണം, ദൈവത്തിൻ്റെ സഹായം മാത്രമേ നമുക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ കണ്ണുനീരോടെ സംബന്ധിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന എന്തെങ്കിലും വേദനകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ, അനേക നാളുകളായി പരിഹാരം കാണാത്ത വിഷയങ്ങളോ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ 2 കരങ്ങളും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വസിച്ചോ. അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ സഹായം മാത്രമേ എനിക്കുള്ളൂ. നിൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും നിന്നെ പരിചരിക്കാൻ പറ്റില്ല. നിൻ്റെ ജീവിത പങ്കാളിക്ക് നിൻ്റെ കിടക്കരികിൽ വന്നിരുന്ന് നിന്നെ പരിചരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്.
നീ മരണപ്പെട്ടാൽ വേണ്ടത്ര രീതിയിൽ ബന്ധുമിത്രാദികൾക്ക് വന്ന് ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വലിയൊരു വിശുദ്ധീകരണത്തിലൂടെ കൊണ്ടുപോവുകയാണ്. കർത്താവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിലാണ് ഞാൻ നിന്നെ നട്ടുപിടിപ്പിച്ചത്. അത്രമേൽ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും ഈ ബഹുമതി സ്വയമേവ ഏറ്റെടുക്കുകയല്ല എന്ന് ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിച്ച സർവശക്തനായ ദൈവം നമ്മുടെ ഈ ജീവിതം ദൈവം നൽകിയ വലിയ ദാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ചൂടുവെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നത് പോലും, അല്ലെങ്കിൽ അങ്ങനെ തരപ്പെടുന്നത് പോലും ദൈവത്തിൻ്റെ വലിയൊരു സഹായമാണ്. കർത്താവ് നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആരും നിരാശരാകേണ്ട, ഒറ്റയ്ക്കായി പോയി എന്നാരും ചിന്തിക്കേണ്ട, ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടേണ്ട. എല്ലാറ്റിൻ്റെയും മീതെ കർത്താവുണ്ട്. എല്ലാറ്റിൻ്റെയും മീതെ ദൈവത്തിൻ്റെ സഹായമുണ്ട്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എല്ലാറ്റിൻ്റെയും മീതെ ദൈവത്തിൻ്റെ ഒരു ശക്തി വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സഹായം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനങ്ങൾ അതൊരു മാതൃകയായി തീരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന വേദനകൾ അതൊരു മാതൃകയായി നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് മാറ്റപ്പെടേണ്ടതാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ നിൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നിൻ്റെ കുടുംബത്തിൻ്റെ വേദനകളിൽ നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത തലമുറ കൂടുതൽ അനുഗ്രഹീതരാകുന്നുണ്ട്. പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന വേദനകൾ അടുത്ത തലമുറയിലെ പുരോഹിതർക്ക് അഭിഷേകമായി മാറ്റപ്പെടുന്നുണ്ട്. അനുതപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ദൈവം നമ്മെ വിളിക്കുകയാണ്. അനുതപിക്കുവാനും പശ്ചാത്തപിക്കുവാനും കർത്താവ് നമ്മെ വിളിക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷം പോലെ ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും നമ്മെ വളർത്തുന്ന സർവശക്തനായ ദൈവം കർത്താവാണ് നമ്മെ വളർത്തുന്നത്. ആരൊക്കെയോ നട്ടു, ആരൊക്കെയോ നനച്ചു, വളർത്തുന്നത് ദൈവമാണ്. നമ്മളേറെ അധ്വാനിച്ചു, ഫലം തരുന്നത് ദൈവമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അതിന് ഫലം തരുന്നത് ദൈവമാണ്. നമ്മൾ രാപകലോളം അധ്വാനിക്കുന്നു, ഫലം തരുന്നത് ദൈവമാണ്. എല്ലാറ്റിനെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ആശ്വാസം ജീവിതങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഇരടികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതു പോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതു പോലൊരുവൻ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ ഈ വചനഭാഗത്തിൽ കാണുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം, 18 വർഷം കൊണ്ട് കൂനിപ്പോയ ഒരു സ്ത്രീയെ, 18 വർഷമായി കൂനു ബാധിച്ച ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യത്തെ സംഭവം നമ്മൾ കണ്ടു, കുറേ ആളുകൾ ചില സംഭവങ്ങളിൽ മരണപ്പെടുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളും അനുതപിക്കണം, അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് അത്തിവൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്,
ഞാൻ നിന്നിൽ വലിയ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവമാണ്. 1 വർഷം കൂടി ആയുസ് ഞാൻ നിനക്ക് തരികയാണ്, നീ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. 3-ാമത്തെ സംഭവത്തിൽ കർത്താവ് ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയാണ്. 18 വർഷം കൊണ്ട് ഈ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, നിവർന്നു നോക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയവൾ. ഈ സ്ത്രീ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ നോക്കാൻ പോലും സാധിക്കാതെ ഭൂമിയിലേക്ക് മാത്രം മെഴിനട്ടിരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിൽ നിന്നുള്ള സഹായം ലഭിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. വചനം ഓർപ്പിക്കുകയാണ്, കർത്താവ് അവരെ സുഖപ്പെടുത്തുകയാണ്. അനേക വർഷങ്ങളായി ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങളിൽ ജീവിക്കുന്ന കുടുംബമാണ് നിൻ്റേതെങ്കിൽ ഈ രാത്രിയിൽ വലിയ വിടുതൽ കർത്താവ് നൽകുകയാണ്. വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വലിയൊരു ദൈവാനുഭവത്തിലേക്കാണ് കർത്താവ് ഈ സ്ത്രീയെ നയിക്കുന്നത്. അപ്പോൾ 18 വർഷം ഒരു സഹനത്തിലൂടെ ഇവൾ കടന്നുപോയത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ് ചില സഹനങ്ങൾ നീണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ, ചില വഴികളിൽ, ചില പ്രശ്നങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കാത്തത്? ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ദൈവ പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നുപോയിട്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, ഈ സ്ത്രീയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 18 വർഷം കൊണ്ട് ആത്മാവ് ബാധിച്ച് കൂനിപ്പോയവൾ, ഏതോ ദുരാത്മാവ് അവളെ ബാധിച്ചു. അപ്പോൾ നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തോട് സംവദിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഉന്നതങ്ങളിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ചില പൈശാചിക തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സ്പർശനം കടന്നു വരുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. ഹല്ലേലൂയ. ആ ഒരു രാത്രി ദൈവാനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറണം. അപ്പോൾ ഈ സ്ത്രീ വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. കർത്താവ് അവളെ സ്പർശിച്ചിട്ട് പറയുന്നു, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവളെ കണ്ടപ്പോൾ തന്നെ യേശു അവളെ തൊടുകയും അവളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ച് അവൾക്ക് പൂർണ്ണമായൊരു വിടുതൽ നൽകുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 18 വർഷം സൂചിപ്പിക്കുന്ന എന്താണ്? 18 വർഷം ഒരു ജീവിതം ഇത്രമേൽ ഹോമിക്കപ്പെട്ടൊരു ജീവിതമായി മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നമുക്കറിയാം, രക്ഷ വരുന്നത് കുരിശിൽ നിന്നാണ്. രക്ഷയുണ്ടാകുന്നത് കുരിശിൽ നിന്നാണ്. കുരിശിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമാണ് ഈ ഭൂമിയെ രക്ഷിച്ചെടുത്തത്. നാശത്തിലേക്ക് പോകുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ രക്ഷയിലേക്ക് ചരിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ 18 വർഷം ഈ സ്ത്രീ ഒരു കുരിശ് പോലെ, ഒരു കുരിശിൻ്റെ വേദനകളിലൂടെ കടന്നുപോയത് ഇവളെ ഒരു കുരിശാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രമേൽ സഹനങ്ങളിലൂടെ കർത്താവ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കുരിശായി മാറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. ഈ കുരിശായി ഞാൻ മാറ്റപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവരിലേക്കൊരു ദൈവാനുഭവം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഞാനൊരു കുരിശായി എന്നുവരെ മാറ്റപ്പെടുന്നോ, അല്ലെങ്കിൽ എന്നാണോ മാറ്റപ്പെടുന്നത്, അന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് കൃപയൊഴുകുവാൻ തുടങ്ങും. അനേക നാളുകളായി തളർന്നു കിടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. വലിയ കൃപയിൽ ജീവിച്ച് സഹനത്തിലൂടെ കടന്നുപോയ അനേകം ആളുകളുണ്ട്. അനേകം ആളുകളുടെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം. വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി അവസാന നിമിഷവും ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ശക്തി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി കടന്നുപോയ ഒരാൾ. ഞാൻ എൻ്റെ ഒരു അധ്യാപികയെ ഓർക്കുകയാണ്. 2-3 വർഷങ്ങൾ ക്യാൻസർ പിടിപെട്ട് കിടന്ന ഒരമ്മ. ആദ്യത്തെ തവണ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒരിക്കലും ഈ അസുഖം നിങ്ങൾക്ക് വരികയില്ല, നിങ്ങൾക്ക് സാധാ ജീവിതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം ഈ അസുഖം വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ടു.
ഇനി ഒരു ഓപ്പറേഷന് ശരീരത്തിന് ശക്തിയില്ല എന്ന് കാണുകയാണ്. ഒടുവിൽ ഇവർ മരണത്തോടടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അവരുടെ ഭർത്താവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ടീച്ചറിന് അച്ഛനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛനൊന്ന് വരുമോ? ഞാൻ പറഞ്ഞു വരാം. അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല. അടുത്ത ദിവസം വീണ്ടും വിളിച്ചു, ഞാൻ വീണ്ടും ചെന്നു. വിശുദ്ധ കുർബാന കൊണ്ടുവരണമേ എന്ന് പറഞ്ഞതുകൊണ്ട് ആശുപത്രിയിൽ വിശുദ്ധ കുർബാനയും കൊണ്ടാണ് ഞാൻ പോയത്. രോഗീ ലേപനം സ്വീകരിക്കാൻ വേണ്ടി ഈ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുകയല്ല, ഒരു ചാരുകസേരയിൽ ഇരിക്കുകയാണ്. മരുന്നിൻ്റെ ഗന്ധമുള്ള ആശുപത്രി വരാന്തയിൽ, മരണത്തിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്ന ആ വരാന്തയിലെ ആ കൊച്ചു റൂമിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു വേദനയാണ്. ദൈവമേ, എന്തുകൊണ്ടാണ് ഒത്തിരി സഹനങ്ങളിലൂടെ, കീമോതെറാപ്പികൾ, റേഡിയേഷൻസ് ഒക്കെ ഒരുപാടെടുത്ത് ഈ ശരീരം വല്ലാതെ ശോഷിച്ചു. വല്ലാത്ത സഹനങ്ങളിലൂടെ അവർ കടന്നുപോയി. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. മാത്രമല്ല, ഞാനൊരു വൈദികനാകുന്നു എന്നറിഞ്ഞ നാൾ മുതൽ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് നോമ്പും ഉപവാസവും ഒക്കെ ഏറ്റ് ജപമാലകൾ ചൊല്ലി വിശുദ്ധ ബലികൾ അർപ്പിച്ച് ഞാനെന്ന് പറയുന്ന വൈദികൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ബന്ധത്തിൽ പോലുമില്ലാത്ത ഒരമ്മ. അപ്പോൾ അവരൊരു അധ്യാപിക എന്നുള്ളതിനേക്കാൾ ഉപരിയായ ഒരു അമ്മ കൂടിയാണ്. അപ്പം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരു വൈദികൻ കൂടിയുണ്ട്. ഞാൻ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഒരു ചാരി കസേരയിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ്. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വേദന, കിടക്കാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ നീര് വന്ന് വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, പെട്ടെന്ന് പ്രാർത്ഥിക്കണം, ഉടൻ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ICUവിലേക്ക് പെട്ടെന്ന് മാറ്റുകയാണ്. അതായത് അവരുടെ ഹാർട്ടിന് പ്രശ്നമുണ്ട്, അവിടേക്ക് മാറ്റുകയാണ്. കാർഡിയാക്ക് ICUവിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമോ? നഴ്സുമാർ ഇപ്പോൾ വരും, കൊണ്ടുപോകാനായിട്ട് വരും, പെട്ടെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നെ കണ്ടതോടുകൂടി ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉണ്ടാവാമായിരുന്ന ശക്തി ഉപയോഗിച്ച് സ്തുതി പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്നോട് പറയണം, അച്ഛാ, എൻ്റെ 2 കിഡ്നിയും പോയിരിക്കുകയാണ്, മരുന്നുകളൊക്കെ ഒരുപാട് കഴിച്ച്, അതുകൊണ്ടാണ് ശരീരം ഇത്രമേൽ നീര് വെച്ചിരിക്കുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ജീവിതം ഇവരിങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ കൂടെ വന്ന വൈദികൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ആ വൈദികൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നതെങ്കിലും ഈ ജീവിതം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. ഇത്രമേൽ മനുഷ്യരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടാകുമോ? ഇപ്പോൾ ശരീരം മുഴുവൻ നീര് വന്നിരിക്കുകയാണ്, കിടക്കാൻ പറ്റുന്നില്ല. 12 ദിവസത്തോളമായി കട്ടിലിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ സൂചി വെച്ച് കുത്തുന്ന വലിയ വേദനയാണ്. ക്യാൻസർ എന്ന് പറയുന്ന വലിയ അസ്വസ്ഥതയുടെ രോഗാണുക്കൾ, അർബുദത്തിൻ്റെ രോഗാണുക്കൾ ഇവരുടെ ശരീരത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന വൈദികൻ, ഞങ്ങൾ 2 പേരും ഈ അമ്മയുടെ, ഈ ടീച്ചറിൻ്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വരം വല്ലാതെ ഇടറിപ്പോകുന്നുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കൊടുക്കുന്ന രോഗീ ലേപനമാണ്. ഞാൻ വൈദികനായിട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടന്ന ഈ സംഭവം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു നോമ്പുകാലമാണ്, ഒരു 50 നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ പോയി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഒടുവിൽ വളരെ വേദനയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങൾ 2 വൈദികരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞൊരു ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഇവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഈ ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഹോളി വീക്കാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിൽ അച്ഛൻ ആദ്യമായി അർപ്പിക്കുന്ന ദുഃഖവെള്ളി, കർത്താവ് കുരിശിൽ മരിച്ച ആ പുണ്യദിനം. ആ ദിവസത്തെ ശുശ്രൂഷകൾ വളരെ ദീർഘമായ ശുശ്രൂഷകളാണ്. രാവിലെ ആരംഭിക്കുന്ന ശുശ്രൂഷ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ദേവാലയത്തിലെ ശുശ്രൂഷകൾ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും മുട്ടിന്മേൽ നിന്നും മുട്ടിലിഴഞ്ഞും നടത്തുന്ന ശുശ്രൂഷകളാണ്. ഒരു വൈദികൻ്റെ ജീവിതത്തിലെ വളരെ വികാരഭരിതമായ ആ ശുശ്രൂഷകൾ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ്റെ ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ നടക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, നടക്കുന്നുണ്ട്. അച്ഛന്മാർ 2 പേരും ആ ദിവസം എന്നെ ഓർക്കണം. എന്തിനാണ് എന്നെ ഓർക്കേണ്ടത്? ഈ അമ്മ പറയുകയാണ്, കർത്താവ് കുരിശിൽ മരിച്ച ദിവസം, കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നുപോയൊരു ദിവസം.
ആ ദിവസത്തെ ശുശ്രൂഷ ഏതൊരു വൈദികൻ്റെയും കരങ്ങൾ വിറയ്ക്കുന്ന ശുശ്രൂഷയാണ്. കാരണം മലങ്കര ആരാധനാക്രമത്തിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ ദേവാലയത്തിനുള്ളിൽ ഒരു പ്രദക്ഷിണമൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് വെള്ള ശീലയിൽ പൊതിഞ്ഞ കർത്താവിൻ്റെ കുരിശ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി പഞ്ഞിയൊക്കെ വെച്ച് പ്രതീകാത്മകമായി കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷ നടക്കുന്ന സമയം, ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കർത്താവിൻ്റെ മരണസമയത്ത് അല്ലെങ്കിൽ സംസ്കാര സമയത്ത് എന്തൊക്കെയാണോ സംഭവിച്ചത് അത് മുഴുവൻ ചെയ്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഏതൊരു വൈദികൻ്റെയും കരങ്ങൾ ഇടറിപ്പോകുന്നൊരു ശുശ്രൂഷയാണ് കബറടക്ക ശുശ്രൂഷ, ദുഃഖവെള്ളിയാഴ്ചത്തെ കബറടക്ക ശുശ്രൂഷകൾ. ആ ശുശ്രൂഷ നടക്കുന്ന സമയം എന്നെയും കൂടി അച്ഛന്മാർ ഓർക്കണേ. കാരണം കർത്താവ് കാൽവരിയിലേക്ക് പോയ ആ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഞാനും ഒരു കുരിശെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ കാൽവരി യാത്ര പൂർത്തീകരിക്കപ്പെടാൻ അച്ഛന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെയും കരങ്ങളെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: അച്ഛാ, എനിക്കിനി മരണപ്പെട്ടാലും സങ്കടമില്ല, എൻ്റെ കർത്താവിൻ്റെ കുരിശ് എന്നെ രക്ഷിക്കും. ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരണപ്പെട്ടു. സംസ്കാരത്തിന് ഈ അമ്മ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരമ്മ, വലിയ വേദനകളിലൂടെ കടന്നുപോയ ഒരമ്മ ഒരു മാലാഖയെപ്പോലെ പുഞ്ചിരിച്ച് അന്ത്യവിശ്രമത്തിന് വേണ്ടി ഇതാ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ കിടക്കുന്നു. ഞാനും ഒരു കുരിശെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ കുരിശ് യാത്ര പൂർത്തീകരിക്കപ്പെടാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവർ, എവിടെയാണ് ഒരു സഹനം പൂർത്തിയാക്കപ്പെടുന്നത്? എവിടെയാണ് ഒരു ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത്? പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നല്ല ഓട്ടമോടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമ്മുടെ ജീവിതം ഒരോട്ടപ്രദക്ഷിണമാണ്. നമ്മളൊരോട്ടത്തിലാണ് പ്രിയമുള്ളവരെ. വീണുപോകരുത്. ജീവിതത്തിൻ്റെ ഏതാനും ചില വേദനകളിൽ വീണുപോകരുത്. ജീവിതത്തിൻ്റെ ഏതാനും ചില പലിശക്കടങ്ങളിൽ വീണുപോകരുത്. കർത്താവ് നിന്നെ ഈ വലിയ സഹനത്തിലൂടെ കടത്തിവിടുന്നത് ഒരു കുരിശായി നീ മാറ്റപ്പെടേണ്ടതിനാണ്. 18 വർഷം എന്തുകൊണ്ട് ഈ സ്ത്രീയെ ഇപ്രകാരം കുനിഞ്ഞ അവസ്ഥയിൽ ജീവിക്കാൻ കർത്താവ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, ഇത്രമേൽ മറ്റുള്ളവരുടെ നിന്ദനമേറ്റ് ജീവിക്കാൻ അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, അനേകം ആളുകളുടെ മുമ്പിൽ നിന്റെ ശിരസ് കുനിയാൻ കർത്താവ് അനുവദിച്ചത് എന്തിന് എന്ന് ചോദിച്ചാൽ, അനേകം വേദനകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും നിന്റെ ജീവിതം പൊയ്ക്കൊള്ളട്ടെ എന്ന് കർത്താവ് വിചാരിച്ചതിനും തീരുമാനിച്ചതിനും പിന്നിൽ ഒരു ദൈവികമായ ഉത്തരവാദിത്വമുണ്ട്. നീ ഒരു കുരിശായി മാറ്റപ്പെടേണ്ടതുണ്ട്. ഇനിയും നീ ഒരുക്കപ്പെടേണ്ടത്. എന്താണ് കുരിശ്? ഒരു വലിയ മരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ ചെത്തിക്കളഞ്ഞ് അത് മനോഹരമായൊരു രൂപമാക്കി മാറുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് മുഴുവൻ ചെത്തി വെടിപ്പാക്കി കാൽവരിയിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ട ഒരു യാഗബലിപീഠമായി നിന്നെ മാറ്റുന്ന ജീവിതാനുഭവത്തിൻ്റെ പേരാണ് സഹനങ്ങൾ. കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സഹനത്തിൻ്റെ അവസരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുറ്റിലേക്ക് നോക്കി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്നുവരെ കർത്താവെ എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കുരിശായി നീ മാറ്റപ്പെടേണ്ട ദിവസം കർത്താവ് നിൻ്റെ സഹനങ്ങൾക്ക് വിജയം നൽകും. നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറഞ്ഞൊരു വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇതുവരെയും ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. ഇതുവരെയും ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. ആ സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബന്ധങ്ങൾ മാറ്റപ്പെട്ടേക്കാം, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ നിരത്തപ്പെടാം. കർത്താവ് നമ്മുടെ വഴികളെ നേരെയാക്കുന്ന ദൈവമാണ്. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകൾ എന്തെല്ലാമാണോ അതെല്ലാം, ഇതുവരെ ആരോടും പറയാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ എല്ലാം കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. നീ ആരാണെന്നും നീ എന്താണെന്നും അറിയാവുന്ന നല്ല ദൈവം, ആ ദൈവത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. ആ ദൈവത്തിങ്കിലേക്കാണ് നീ യാത്ര ചെയ്യുന്നത്. ആ ദൈവം മാത്രമേ നിൻ്റെ ജീവിതത്തിന് താങ്ങായിട്ടുള്ളൂ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ വലിയൊരു ദൈവാഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസും ശീലാസും
രാത്രിയിൽ തടവറയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങൾ അകന്നുപോയതുപോലെ, തടവറയുടെ വാതിൽ തുറക്കപ്പെട്ടതുപോലെ നിന്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന തടവറ വാതിലുകൾ ഈ രാത്രിയിൽ തുറക്കപ്പെടട്ടെ. ഈ രാത്രിയിൽ ശക്തമായൊരു ദൈവാനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. വളരെ ശക്തമായൊരു ദൈവാഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കട്ടെ. ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ, ഏലീശായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ, ഏലീശായുടെ ദൈവമേ